ചേട്ടാ ഇന്ന് നമുക്ക് ഒരുപാട് നല്ല ഭംഗിയുണ്ട്, നല്ല മാച്ച് ഉണ്ട് അല്ലേ? അത് മാത്രല്ല മധുചേട്ടൻ മിണ്ടാതിരിക്കും, നിങ്ങളെ സ്വാഗതം ചെയ്യും. ചെയ്യാൻ പോണേ ഉള്ളൂ. നമ്മള് കാലത്ത് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുണ്ടും മഞ്ഞ ഷർട്ടും ആയിരുന്നു. അപ്പൊ നമ്മൾ 3 പേര് എനിക്കൊരു പുതിയൊരു ബാഗി പാന്റ് വന്നപ്പോ ഒന്ന് പരീക്ഷിക്കാന്ന് ഫ്രീക്കനായിട്ട് വലിച്ചു കയറ്റി. വേണ്ടായിരുന്നു എന്നിപ്പോ തോന്നുന്നു, കാരണം ഇടത്തെ സൈഡിലും മഞ്ഞ, ഞങ്ങളും മഞ്ഞ. അത് ജിഗ് ജിഗ ഒരു കളറില്ലാത്ത ഡ്രസ് ഞാൻ ഇട്ടു. അതേ ശ്രദ്ധിക്കപ്പെടാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ മഞ്ഞായിട്ടുണ്ട് വന്നിട്ടില്ല, എടുത്തിട്ട് വന്നിട്ടുമില്ല. പക്ഷെ അതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നു. എനിക്ക് താല്പര്യമില്ല. തുടക്കം തന്നെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ. ഡെയിഞ്ചേട്ടാ, നമുക്ക് ഇന്നൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് കേട്ടോ. ഇപ്പോ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ അവരുടെ വീട്ടിലെ വിളക്കായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന 2 പേരാണ് ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ കുട്ടികളുടെ പാട്ടുകൾ കേൾക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കൂടെ അടിച്ചു പൊളിക്കാനായിട്ട്. ആരായിരിക്കും? ഞങ്ങൾ 2 ആണോ? നിങ്ങൾ 2 പേരല്ല. അല്ല. അപ്പോ നമ്മുടെ ഫ്ലവേഴ്സിൽ എല്ലാ ദിവസവും രാത്രി 8:30 ടെലികാസ്റ്റ് ചെയ്യുന്ന വീട്ടിലെ വിളക്ക് എന്ന് പറയുന്ന സീരിയലിലെ വിനയ് ചന്ദ്രനും വിസ്മയുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. ഹലോ. ഹലോ, വെൽക്കം. ഹായ്. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. എല്ലാ ജഡ്ജസിനും വിനീതമായ നമസ്കാരം. നമസ്കാരം. ശരത്തേട്ടനാണ് വിനയ് ചന്ദ്രൻ. വിസ്മയ സ്നിഷയാണ് വിസ്മയ. അപ്പോഴേ ഇന്ന് ഞായറാഴ്ച, നമ്മുടെ 3-ാം തീയതി മുതൽ തുടങ്ങി ഞായറാഴ്ച വരെയുള്ള എപ്പിസോഡുകളിൽ ഗംഭീര അഭിപ്രായമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരും ആ വിളക്ക് ഊതുന്നില്ല എന്നുള്ളതാണ്. അതെ, വിളക്ക് ഇങ്ങനെ അതിങ്ങനെ ആളി പടർന്ന് എല്ലാ വീടുകളിലേക്കും ആ വിളക്ക്, ആ പ്രകാശം എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചു. നല്ല റിവ്യൂസ് ആണ് വീട്ടിലെ വിളക്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇഷ്ടം നമുക്ക് ഇനിയും തന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് കുറച്ച് അറിയാം, എങ്കിലും പറയാം. കുറച്ച് കണ്ടു കാണുമല്ലോ, നമ്മള് വീടിന്റെ ഭാരമൊക്കെ ചുമലിൽ ഏന്തി നടക്കുന്ന വിനയ് ചന്ദ്രനാണ്. അതാണ് നമ്മള് ഇനി അത് സ്ത്രീജനങ്ങൾക്ക് കൈമാറുകയാണ്. വീടിന്റെ ചുമതല പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീജനങ്ങളും ഏറ്റെടുത്ത് വീട് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കാനുള്ള തന്റെ ഇടവും പ്രാപ്തിയും സ്ത്രീജനങ്ങൾക്കുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ സീരിയല്. അല്ല, ഞാൻ ചോദിക്കട്ടെ, വിനയ് ചന്ദ്രന്റെ 3 പെങ്ങന്മാരാണ്. 3 പെങ്ങന്മാർ. ഒരാളാണ് വിസ്മയ, ബാക്കി 2 പെങ്ങന്മാരവിടെ. ആ പെങ്ങന്മാർക്ക് ഞങ്ങളെ കാണണമെന്നില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പെങ്ങന്മാരെ കാണണമെന്നില്ലേ? വരും. ഇനിയും വരുന്ന അവസരങ്ങൾ എന്തായാലും ഇവിടെ എത്തും. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ എടുത്തതുകൊണ്ടാണ് ഇപ്പൊ വിസ്മയ. അതെ, നമ്മുടെ വീട്ടിലെ വിളക്ക്, അതായത് എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ, ഞാനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ, ഞാനും സഹോദരിമാരും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ, എല്ലാം മാനേജ് ചെയ്യുന്നത് ഈ വീട്ടിലെ വിളക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വിളക്കായി ഐശ്വര്യമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ. എന്ത് പറയാൻ, ശരത്തിനെയൊക്കെ എത്ര അല്ലേ സിനിമയിലൂടെ തുടങ്ങി. സിനിമയിൽ ഇഷ്ടം സിനിമയിലാണ് തുടങ്ങിയത്. അതിനുശേഷം സീരിയലിലേക്ക് മാറി. ഇത് സ്ക്രീനേജ് 32 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്റെ വയസ്സ് 32 ആയിട്ട് ഇരുന്നോട്ടെ. അതായത് അഭിനയിച്ച് തുടങ്ങിയത് 32 വർഷമായി. വിനയ് ചന്ദ്രന്റെ പേര് പോലെ തന്നെ ഇത്ര നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യൻ ഈ ഇൻഡസ്ട്രിയില് ഞാനൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല നല്ലത് പറയാൻ വേണ്ടി. വന്ന സ്ഥിതിക്ക് ഞങ്ങളൊരു ടാസ്ക് തരാം. എന്തായാലും പാടുമല്ലോ. പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ. അച്ഛൻ പാട്ടുകാരനാണ്. വെൺമണി ഹരിദാസ്, കലാമണ്ഡലം വെൺമണി ഹരിദാസ് എന്നുള്ളത്. അച്ഛൻ കഥകളി ഗായകനായിരുന്നു, ഇന്നില്ല. പക്ഷെ അച്ഛന്റെ ആരാധകർ ഇപ്പോഴും അച്ഛന്റെ കഥകളി പദങ്ങൾ കേട്ടുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. ഫേമസ് ആർട്ടിസ്റ്റ്. പിന്നെ അറിയാം. അപ്പൊ പാട്ടായിട്ടല്ല എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ മൃദംഗം, വയലിൻ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒന്നും പറയണ്ട, ഞാനൊരു സാധനം തരാം.
പറയാനില്ല. അഭിജിത്ത് കൈ ഉയർത്തി അടിച്ചിരിക്കുന്നു. അതെ 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 അപ്പൊ ചേട്ടാ ശരിക്കും സൂപ്പർ. അയ്യോ, thank you, അടിപൊളി thank you, അടിപൊളി. thank you. ശരത്തേട്ടാ, ഇന്നത്തെ ദിവസം ശരത്തേണ്ട തീരുമാനിക്കണം അവിടെ ഇരിക്കണോ അതോ ഇവരുടെ കൂട്ടത്തിൽ അയ്യോ, ഇരിക്കണോ? അത് സന്തോഷം. എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയായിരിക്കും. കാരണം കലാകാരന്മാരുടെ ഇടയിൽ ഇരിക്കാൻ തന്നെയാണ്. കാലക്ക് കേട്ടോ, അടിപൊളി. താങ്ക് യു. അതേപോലെ സ്നിഷ എത്രയോ സീരിയലില് ഒരുപക്ഷെ ഫ്ലവേഴ്സിൽ ആദ്യമായിട്ടായിരിക്കും. അതല്ലാണ്ട് ഒരുപാട് എപ്പിസോഡുകൾ മുന്നോട്ട് പോയിട്ടുള്ള അത്രയും ആ കുട്ടി ഇഷ്ടമായോണ്ടാണ് പിന്നെയും ഓരോരോ സീരിയൽ കഴിഞ്ഞ് ഓരോരോ സീരിയലോട്ടായിട്ട് തുടർച്ചയായി ബ്രേക്ക് ഇല്ലാണ്ട് സ്നിഷ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലെ വിളക്കിലെ എല്ലാവരും ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുകയാണ്. സ്നിഷ കുടുംബത്തിലോട്ട് കയറി വന്നിരിക്കുകയാണ്. സ്നിഷ ഇനി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോണെങ്കിൽ വർഷങ്ങൾ കുറച്ച് പിടിക്കും. അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ടോപ്പ് സിംഗറിന്റെ 5, 6, 7, 8 എല്ലാത്തിലും നമ്മൾ ഗസ്റ്റ് ആയിട്ട് വരണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.